നദിയായ ലോൻസയെ ഹിമപാതം പ്രക്ഷുബ്ധമാക്കി. 300ഓളം പേർ മാത്രം താമസിക്കുന്ന മേഖല ബ്ലെയ്റ്റൺ ഗ്രാമത്തിൽ നിന്ന് 2.5 മൈൽ അകലെ കിപ്പിൾ ഗ്രാമത്തിലും നാശനഷ്ടമുണ്ടായി. ബ്ലെയ്റ്റൺ പൂർണ്ണമായി തന്നെ തകർന്നു. കിപ്പിൾ ഗ്രാമം ഭാഗികമായും. പഞ്ചനക്ഷത്ര ഹോട്ടലായ കോസി അഡ്വലീസിന് സമീപം കുത്തിയൊലിച്ചു വന്ന പാറക്കഷ്ണങ്ങളും പുകയും ഐസും വലിയ നാശം വരുത്തി. 90% ബ്ലെയ്റ്റൺ ഗ്രാമം നശിപ്പിക്കപ്പെട്ടുവെന്ന് സ്റ്റേറ്റ് കൗൺസിലർ സ്റ്റീഫൻ ഗാൻസർ സ്വിസ് റേഡിയോ ടെലിവിഷനോട് പറഞ്ഞു. കാണാതായ ഒരു 64-കാരന് വേണ്ടിയുള്ള തെരച്ചിൽ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ജനങ്ങളെ ഒഴിപ്പിച്ചെങ്കിലും ഇനിയും ഇടിച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സ്വിസ് പ്രസിഡന്റ് കാരിൻ കെല്ലർ ദുരന്ത മേഖല ഹെലികോപ്റ്ററിലൂടെ വീക്ഷിച്ചു. പിന്നീട് പ്രദേശത്തെ നേരിട്ടെത്തിയ ആളുകളെ സന്ദർശിച്ചു. പഴയ മാതൃകയിലേക്ക് ഗ്രാമം പുതുക്കിപ്പണിയുമെന്ന് മേയർ മത്തിയാസ് ബെൽവോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ടൂറിസം നേരെയാകാൻ സമയമെടുക്കും. കാലാവസ്ഥാ വ്യതിയാനം മഞ്ഞുമലകളെ ബാധിച്ചിരിക്കുന്നു. ആഗോളതാപനം ആൽപ്സ് നിരയിലെ മഞ്ഞുരുക്കുകയാണ്. 1806 സൂറിച്ച് മുതൽ ഇറ്റലി വരെ ബാധിച്ച 457 പേർ കൊല്ലപ്പെട്ട ഭൂചലനത്തിൽ ബ്ലെയ്റ്റൺ പൂർണ്ണമായി തകർന്നിരുന്നു. പിന്നീട് പുനഃസൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടം.